എല്ലാവർക്കും അക്യൂ ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടാക്കോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. ഡിജിറ്റൽ ടാക്കോമീറ്റർ. മെക്സ് ടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. സോ നമുക്ക് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് ഇനിയും കുറച്ച് സംസാരിക്കാം. ഇത് നമുക്ക് എന്തോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോൻ്റെ അകത്ത് സംസാരിക്കാം. ആദ്യം നമുക്ക് എളുപ്പം ഇതിൻ്റെ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. സോ ആമസോണിൽ നിന്ന് ഈ പാക്കേജ് റിസീവ് ആയത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ആക്ച്വൽ ബോക്സിൻ്റെ മുകളിൽ സിംപ്ലി ഇവർ ഒരു നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സ് ഒട്ടിച്ച് കൊടുത്തു വിടുമായിരുന്നു. ഈ ബോക്സിൻ്റെ അകത്ത് നമുക്ക് വേറെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ ക്യാരിയിങ് കേസാണ്. ഇത് നമ്മുടെ ബട്ടൺ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെയാണ് വരുന്നത്. തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററീസ് കാണാം. ചൈനീസ് ബാറ്ററീസ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടെ തന്നേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ടാക്കോമീറ്ററിൻ്റെ ഒരു മാനുവലിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. സോ മാനുവലിൻ്റെ അകത്ത് ഫീച്ചേഴ്സും മെഷറിങ് എങ്ങനെയാണ് എടുക്കേണ്ടത്, മെമ്മറിയും ബാറ്ററി റീപ്ലേസ്മെൻറ്റും അതൊക്കെയാണ് എഴുതിയേക്കുന്നത്. സോ ഈ മാനുവൽ നമുക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ടാക്കോമീറ്റർ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ടാക്കോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മുടെ ഏതൊരു മോട്ടറിൻ്റെയും റൊട്ടേഷൻ്റെ സ്പീഡ് RPM അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. സോ ഇത് വെച്ച് നമുക്ക് അക്യുറേറ്റ് റൊട്ടേഷൻ പെർ മിനിറ്റ് RPM അറിയാൻ സാധിക്കും. സോ എന്തായാലും ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു താങ്ക് യു കാർഡും അതല്ലാതെ വാറൻറ്റി കാർഡും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വാറൻറ്റി കാർഡ് ഇവർ കൈ കൊണ്ട് ഫില്ല് ചെയ്ത് മറ്റേ സ്റ്റാമ്പൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും സർട്ടിഫിക്കറ്റ് ഓഫ് കാലിബ്രേഷൻ. സോ ഇത് സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. എന്ന് വെച്ചാൽ ഒരു ടാക്കോമീറ്റർ വെച്ച് നിങ്ങൾ എടുക്കുന്ന റീഡിങ് ആക്യുറേറ്റ് റീഡിങ് ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതിനു വേണ്ടിയുള്ള സർട്ടിഫിക്കേഷനാണ് ഇവർ തന്നേക്കുന്നത്. ഇനി നമുക്ക് മെയിൻ യൂണിറ്റിനെ കുറിച്ച് ഒന്ന് നോക്കാം. സോ ഈ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടുന്നതായിരിക്കും. സോ ഈ സ്റ്റിക്കർ വെച്ചാണ് നമ്മൾ ഏത് ഒരു മോട്ടറിൻ്റെയോ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റിൻ്റെ RPM മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇതാണ് മെയിൻ ഡിവൈസ് നമ്മുടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ബാറ്ററീസ് ഇടാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരു നല്ലൊരു പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് ഇവർ കൊടുത്തേക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇവിടെ ലെൻസ് പോലൊരു സാധനമുണ്ട്. ആ ലെൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലേസർ ഡയോഡ് കാണാൻ സാധിക്കും. ഇവിടെ ലേസറിൻ്റെ വാർണിംഗ് സൈൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ മുമ്പിൽ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഡിജിറ്റൽ ടാക്കോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇടയ്ക്കൊരു ബട്ടൺ ഉണ്ട്. അവിടുത്തെ മെമ്മറി എന്നും എഴുതിയിട്ടുണ്ട്. ഡേഞ്ചർ ലേസർ റേഡിയേഷൻ അവോയ്ഡ് ഡയറക്റ്റ് ഐ എക്സ്പോഷർ. അപ്പം ഡയറക്റ്റ് നിങ്ങൾ കണ്ണിലോട്ട് അടിക്കല്ലേ, ലേസർ ലൈറ്റ് നിങ്ങളുടെ കണ്ണിന് നല്ലതല്ല. സോ എന്തായാലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ സ്റ്റേഡി ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. നമ്മൾ പേ ചെയ്യുന്ന ആ പ്രൈസ് വെച്ച് നോക്കുമ്പം നല്ല പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പിന്നെ ഈ റിഫ്ലക്റ്റീവ് ടേപ്പും നമുക്ക് ഒരു 2-3 കിട്ടുന്നുണ്ട്. സോ ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കറിൻ്റെ ഫോമിലാണ് ഈ റിഫ്ലക്റ്റീവ് ടേപ്പ് ഉള്ളത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സർഫേസിലൊക്കെ ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ എന്തുവാ ബോക്സിൻ്റെ അകത്ത് നോക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ല ബോക്സിൻ്റെ അകത്ത്. സോ എന്തായാലും ഈ ഡിജിറ്റൽ ടാക്കോമീറ്ററിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ബാറ്ററീസ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഈ ബാറ്ററീൻ്റെ കമ്പാർട്ട്മെൻറ്റ് എളുപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ടോട്ടൽ 4 ബാറ്ററീസാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പം ആ ബാറ്ററീസ് എളുപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഫിറ്റ് ചെയ്ത് ഈ ഡിവൈസ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ ബാറ്ററി അകത്തോട്ട് കയറ്റിയിടണം. റൈറ്റ്. സോ യെസ്, I think
വി ആർ റെഡി ടു ഗോ. ഇനി നമുക്കിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. ഈ ബട്ടൺ അമക്കി നോക്കാം. സോ ഇത് മെമ്മറി ബട്ടനാണ്. മെയിൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള ബട്ടൺ ഇവിടാണ് കൊടുത്തേക്കുന്നത്. സോ ഇത് നമ്മൾ അമക്കുമ്പം ഇതിൻ്റെ ലേസർ ലൈറ്റ് ആക്ടിവേറ്റ് ആകും. നമ്മൾ ഈ ലേസർ ഡയറക്റ്റ് കണ്ണിലോട്ട് അടിക്കുന്നതും അതല്ലാതെ നമ്മുടെ ക്യാമറേൻ്റെ ലെൻസിലോട്ട് അടിക്കുന്നതും ഈക്വലാണ്. നമ്മുടെ ക്യാമറേൻ്റെ ലെൻസ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സർഫേസിലോട്ട് ലേസർ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇത് റീഡിങ് ഷോ ചെയ്യത്തില്ല. ഇതിന് മൂവിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വേണം, എന്നാലേ ഇത് പ്രോപ്പർ റീഡിങ് ഷോ ചെയ്യത്തുള്ളൂ. സോ ലെറ്റ് സി. നമുക്ക് നമ്മുടെ ഈ റീഡിങ്, നമ്മുടെ ഫാനിൻ്റെ റീഡിങ് എടുത്ത് നോക്കാം. എന്തായാലും നമുക്ക് എളുപ്പം ഫാൻ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ റീഡിങ് വരുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് എളുപ്പം ചെക്ക് ചെയ്യാം. സോ ഇപ്പം നമ്മൾ ഇവിടെ ഓൺ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം റീഡിങ് 0 എന്നാണ് വരുന്നത്. ഒരു ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ എക്സാക്ട്ലി ഫാൻ്റെ താഴെ നിന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. കാരണം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ ചെയ്താലേ അക്യുറേറ്റ് റീഡിങ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു രീതി ഒട്ടും കറക്റ്റല്ല. ഞാനും ഇത് പഠിച്ചു വരുന്നതേ ഉള്ളായിരുന്നു, എങ്ങനെയാണെന്ന് അക്യുറേറ്റ് റീഡിങ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. സോ ഇതിൻ്റെ മാനുവലിൽ എഴുതിയേക്കുന്ന രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ പ്രോപ്പർലി നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്ന ആ ഒരു റിഫ്ലക്റ്റീവ് ടേപ്പ് കറക്റ്റ് രീതിയിൽ നമുക്ക് ഒട്ടിക്കേണ്ടതാണ്. അതല്ലാതെ പെർപെൻഡിക്കുലറായിട്ട് ആണ് നമ്മൾ ഈ ഒരു ബീം പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് ഫാൻ്റെ മുമ്പിൽ ഈ ബീം പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം വളരെ റാൻഡം വാല്യൂസാണ് വന്നുകൊണ്ട് 303 എന്നും എഴുതി വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ റിഫ്ലക്റ്റീവ് ടേപ്പ് ഇല്ലാതെ ഈ ഒരു റീഡിങ് എടുക്കുന്നതുകൊണ്ട് ഇത് തെറ്റ് ആയിട്ടുള്ള റീഡിങ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും മെമ്മറി ബട്ടൺ ഞെക്കുമ്പം ലാസ്റ്റ് വന്നിട്ടുള്ള റീഡിങ് നമുക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾ എളുപ്പം ഒരു RPM ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഥവാ നിങ്ങൾ റീഡിങ് മിസ്സായിട്ടുണ്ടെങ്കിൽ മെമ്മറി ബട്ടൺ ഞെക്കുമ്പോൾ ലാസ്റ്റ് റീഡിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാവുന്നതാണ്. അതല്ലാതെ എനിക്ക് വലിയ ഇതും കൊണ്ട് യൂസൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഒരു പേർപ്പസിന് വേണ്ടി മേടിച്ചതാണ്. ഞങ്ങളുടെ ചില റോബോട്ടിക്സ് കിറ്റിൻ്റെ മോട്ടോഴ്സിൻ്റെ RPM ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് മേടിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി. അതുകൊണ്ട് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു RPM ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന് വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും RPM എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള RPM എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ദിസ് ഈസ് അക്ഷയ് സൈനിങ് ഓഫ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ വെറും ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. റിവ്യൂ എന്ന് ഇതിനെ പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ ഈ ഡിവൈസ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് മാത്രം ചെയ്തുള്ളൂ. ടാക്കോമീറ്റർ വെച്ച് നമുക്ക് ഏത് ഒരു മോട്ടറിൻ്റെയും RPM മെഷർ ചെയ്യാവുന്നതാണ്. വളരെ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാം. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ടിൽ ദെൻ ദിസ് ഈസ് അക്ഷയ് സൈനിങ് ഓഫ് ആൻഡ് യു ആർ വാച്ചിങ് അക്യോ ലൈഫ് മലയാളം. Please don't forget to like, share and subscribe to my channel.